19 വർഷമായി കർക്കിടക മാസത്തിൽ മുടങ്ങാതെ ഔഷധക്കഞ്ഞി ഒരുക്കുന്ന പഴയ തലമുറയുണ്ട് കൊച്ചി പൂണിത്തുറയിൽ. തൊടിയിലും പാടത്തും വളർന്ന 35ലേറെ ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് കഞ്ഞി ഉണ്ടാക്കുന്ന പതിവ് ഇത്തവണയും അവർ മുടക്കിയില്ല. പുതുതലമുറയ്ക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സസ്യങ്ങൾ ഈ അമ്മമാർ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയും. മുക്കുറ്റി, കീഴാർനെല്ലി, നിലമ്പാല, പൂവാംകുരുന്ന്, തഴുതാമ, തുമ്പ, തുളസി എന്നിങ്ങനെ 40 കൂട്ടം സസ്യങ്ങൾ വേണം ഔഷധക്കഞ്ഞിക്ക്. ആ പട്ടികയിലെ 36 സസ്യങ്ങൾ ഇത്തവണയും ഈ അമ്മമാർ ശേഖരിച്ചു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഔഷധക്കഞ്ഞി നിർമ്മാണം. ശേഖരിച്ച സസ്യങ്ങൾ ഇടിച്ചു പിഴിയുന്നതാണ് അടുത്ത ഘട്ടം. ഈ കൂട്ട് ഞവരയരി തേങ്ങാപ്പാലിൽ വേവിക്കുന്നതിനൊപ്പം ചേർക്കും. ഇവിടെ തീർന്നില്ല. ജീരകം, ആശാളി, ഉലുവ തുടങ്ങിയ ധാന്യങ്ങളും കുരുമുളക്, ഏലം, തിപ്പല്ലി തുടങ്ങി സുഗന്ധവ്യഞ്ജനങ്ങളും ചേരുന്നതാണ് ഔഷധക്കഞ്ഞി. പൂണിത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് കഞ്ഞി ഒരുക്കുന്നത്. പഴയ കാലങ്ങളിൽ അന്ന് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ നിത്യമായ ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ 2-3 മാസക്കാലം കാലവർഷം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ പണിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ പോഷകാഹാരങ്ങളുടെ കുറവ് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീടിന് ചുറ്റുമുള്ള പറമ്പുകളിൽ നിന്നും തൊടികളിൽ നിന്നും പാടത്തു നിന്നുമൊക്കെ പറിച്ച് എടുക്കുന്ന ഏകദേശം 40ഓളം വരുന്ന സസ്യജാലങ്ങളാണ് ഈ ഔഷധക്കൂട്ടിന്, കർക്കിടക കഞ്ഞി എന്ന ഔഷധക്കൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 3 ദിവസമാണ് ക്ഷേത്രത്തിൽ കഞ്ഞി വിതരണം. രാവിലെ തുടങ്ങുന്ന ഒരുക്കങ്ങൾക്കൊടുവിൽ കഞ്ഞി തയ്യാറാകുന്നത് വൈകിട്ടോടെയാണ്. ഔഷധക്കഞ്ഞിയുടെ മേന്മയും ചേരുവകളും പുതുതലമുറയ്ക്കും പകർന്നു കൊടുക്കണമെന്നാണ് ഈ പഴയ തലമുറക്കാരുടെ ആഗ്രഹം. കാലം കടന്നുപോകുമ്പോൾ കഞ്ഞിക്കൂട്ടിലുണ്ടായിരുന്ന പല സസ്യങ്ങളും അപ്രത്യക്ഷമാകുന്നുവെന്ന യാഥാർത്ഥ്യവും ഇവർ തിരിച്ചറിയുന്നു. ബിഗ് ടിവി, കൊച്ചി. Big TV, without fear or favor.